സാക്ഷരതയിൽ, സാമൂഹിക ജീവിത നിലവാരത്തിൽ, ആരോഗ്യ മേഖലയിൽ എന്നു വേണ്ട കേരളം നേട്ടമുണ്ടാക്കുന്നിടത്തെല്ലാം അതിൻ്റെ ഉടമസ്ഥാവകാശത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിക്കാറുണ്ട്. അതേ കേരളത്തിന് നാണക്കേടായിരുന്നു വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരിച്ച സംഭവം. ആധുനിക കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നോ എന്ന് പലരും സംശയിക്കുമ്പോഴാണ് വീട്ടിലെ പ്രസവത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസം എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. പ്രസവം നടത്തിയവർക്ക് ആദരവും അവാർഡ് ദാനവും വരെ നടന്നു നമ്മുടെ കേരളത്തിൽ. എന്നാൽ വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കുന്ന, ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ് അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലിനോട് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിൽ ആണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണിത് എന്ന് BJP തുറന്നടിക്കുമ്പോൾ ആരെയും പേരെടുത്ത് പറയാതെയാണ് CPIMൻ്റെ വിമർശനം. പുരോഗമന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന വർഗ യുവജന പ്രസ്ഥാനങ്ങളും മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഈ പുരോഹിതരുടെ വാക്കുകളോട് മൗനം തുടരുകയാണ്. വനിതാ സംഘടനകളും മാളത്തിൽ ഒളിച്ച മട്ടാണ്. സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട അന്ധവിശ്വാസത്തിനും ശാസ്ത്രവിരുദ്ധതയ്ക്കും എതിരെ നിലപാടെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ അഴകൊഴമ്പൻ നിലപാട് സ്വീകരിക്കുമ്പോൾ ചോദ്യങ്ങൾ പലതാണ്. സമൂഹത്തോട് ഇവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? ആരെ ഭയന്നാണ് ഈ മൗനം? വോട്ട് ബാങ്ക് മാത്രമാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യം?